എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ലെക്ചറിൽ കുറച്ച് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടാം. ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ. ഈ സിമ്പിൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആൻഡ് ഓപ്പറേറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. എ ബി എന്ന് പറഞ്ഞ രണ്ട് ബൈനറി നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 1100 1010. ഇതിൽ നമുക്ക് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത, രണ്ട് ബിറ്റും 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ കേസസിലും 0 ആയിരിക്കും. ഇവിടെ രണ്ട് ബിറ്റും 0 ആണ്, അതുകൊണ്ട് 0 0 1. ഒരു ബിറ്റ് 1 ആണ്, മറ്റൊരു ബിറ്റ് 0 ആണ്. ഈ കേസിലും 0 1 ആൻഡ് 0, അതും 0 ആണ്. 1 ആൻഡ് 1, അത് 1 ആണ്. രണ്ട് ബിറ്റും 1 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ 1 എന്ന് കിട്ടുക. അല്ലാത്ത കേസിൽ 0 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അങ്ങനെ നമുക്ക് എ ആൻഡ് ബി ചെയ്തപ്പം 1 0 0 0 എന്ന് കിട്ടി. ഇനി നമുക്ക് ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ നോക്കാം. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് 1 എന്നായിരിക്കും കിട്ടുക. ഇതാണ് ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. എയിലും ബിയിലും ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യണം. 0 ഓർ 0 0 ആണ്. 0 ഓർ 1, ഇവിടെ ഒരു ബിറ്റ് 1 ആണ്, അതുകൊണ്ട് നമുക്ക് 1 കിട്ടി. 1 ഓർ 0 1, 1 ഓർ 1 1. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ 1 ആയിരിക്കും, അല്ലാത്ത കേസിലെല്ലാം 0 ആയിരിക്കും. ഇനി നമുക്ക് ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേറ്റർ നോക്കാം. ഈ സിമ്പിളാണ് നമ്മൾ എക്സോർ ഓപ്പറേറ്ററിന് വേണ്ടി യൂസ് ചെയ്യുക. ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 0. ഇവിടെ 0യും 0യും ആണ്. നമ്പർ ഓഫ് വൺസ് ഇവിടെ 0 ആണ്. അതെന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ 0 എന്ന് കിട്ടി. 0 XOR 1, 0 XOR 1ൽ 0യും 1ഉം ആണ് നമുക്കുള്ളത്. അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, അതുകൊണ്ട് നമുക്കിവിടെ 1 എന്ന് കിട്ടി. 1 XOR 0, ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളത്, അതുകൊണ്ട് ഇവിടെ 1 എന്ന് കിട്ടി. 1 XOR 1, ഇവിടെ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണുള്ളത്, 2 1 ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ 0 എന്ന് കിട്ടി. ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 0 + 0 mod 2, അത് 0 ആണ്, അങ്ങനെ ഇവിടെ 0 എന്ന് വന്നു. 0 + 1, അതെന്ന് പറഞ്ഞാൽ 1 ആണ്. 1 mod 2, അത് 1 ആണ്, അങ്ങനെ ഇവിടെ 1 എന്ന് കിട്ടി. 1 + 0, അത് 1 ആണ്. mod 2, 1 mod 2, അത് 1 ആണ്. 1 + 1 2, 2 mod 2, അതെന്ന് പറഞ്ഞാൽ 0 ആണ്, അങ്ങനെ നമുക്കിവിടെ 0 എന്ന് കിട്ടി. ഇങ്ങനെയും നമുക്ക് ബിറ്റ് വൈസ് എക്സോറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് നോക്കാം. ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്: ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. n = 13. 13ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് 1101.
1101 ലെഫ്റ്റ് ഷിഫ്റ്റ് 1. ഇങ്ങനെ ചെയ്യുമ്പോൾ 1101 എന്ന് പറഞ്ഞ ബിറ്റ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് 1 ടൈം മൂവ് ചെയ്യും. അല്ലെങ്കിൽ 1101ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 വരും. 11010 1101 ലെഫ്റ്റ് ഷിഫ്റ്റ് 1 ചെയ്തപ്പോൾ നമുക്ക് 11010 എന്ന് കിട്ടി. 1101 ലെഫ്റ്റ് ഷിഫ്റ്റ് 2. അന്നേരം ഈ ബൈനറി നമ്പറിൻ്റെ റൈറ്റ് സൈഡിൽ 2 സീറോസ് വരും. ഇവിടെ 2 തവണ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് 110100 എന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ നോക്കാം. 1101 റൈറ്റ് ഷിഫ്റ്റ് 1. അന്നേരം ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ബിറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. 110 എന്ന് നമുക്ക് കിട്ടി. 1101 റൈറ്റ് ഷിഫ്റ്റ് 3. അന്നേരം ഈ റൈറ്റ് സൈഡിലുള്ള 3 ബിറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് 1 എന്ന് കിട്ടി. n ഈക്വൽ ടു 13. n ഡിവൈഡഡ് ബൈ 2. n ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6.5 ആണ്. അതിനെ ഇൻറ്റീജറാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. n റൈറ്റ് ഷിഫ്റ്റ് 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 13ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1101 ആയിരുന്നു. അതിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് 1 കൊണ്ട് അന്നേരം നമുക്ക് 110 കിട്ടി. 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇങ്ങനെയും നമുക്ക് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. n ഇൻറ്റു 2. ഇവിടെ നോക്കുകയാണെങ്കിൽ 13 ഇൻറ്റു 2 അതെന്ന് പറഞ്ഞാൽ 26 ആണ്. ഇതിനെ നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. n ലെഫ്റ്റ് ഷിഫ്റ്റ് 1. 1101 ലെഫ്റ്റ് ഷിഫ്റ്റ് 1 അതെന്ന് പറഞ്ഞാൽ 11010 ആണ്. അതെന്ന് പറഞ്ഞാൽ 26 ആണ്. അങ്ങനെ നമുക്ക് n ഇൻറ്റു 2 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും.